നാളെയും മറ്റന്നാളും UAE-യിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഫുജൈറ, അലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും ശക്തമായ മഴ പെയ്യുക. ന്യൂനമർദ്ദവും ഈർപ്പവുമുള്ള തെക്കുകിഴക്കൻ കാറ്റുമാണ് കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ചില സമയങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയേക്കും, കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. ദുബായിലേക്ക് എത്തുന്ന രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വീണ്ടും വർധന. ഈ വർഷം ആദ്യ പകുതിയിൽ 1 കോടിയോളം സന്ദർശകരാണ് എത്തിയത്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 6% വർധനയുണ്ടായി എന്നാണ് ദുബായ് വാണിജ്യ വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടിന്റെ വിജയമാണ് നേട്ടമെന്ന് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ശക്തമായ പൊതു സ്വകാര്യ പങ്കാളിത്തവും ആഗോള മാർക്കറ്റിംഗ് തന്ത്രവും നേട്ടത്തിന് സഹായകരമായി എന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. തുടർച്ചയായ വർഷങ്ങളിൽ ദുബായിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നുണ്ട്. വിനോദസഞ്ചാര രംഗത്ത് നിന്നും GDP-യിലേക്കുള്ള സംഭാവനയും കൂടുകയാണ്. ദുബായിൽ ഒരു പ്രധാന ടണൽ RTA ഗതാഗതത്തിന് തുറന്നു നൽകി. സുഖീം സ്ട്രീറ്റ് വികസനത്തിന്റെ ഭാഗമായാണ് തുരങ്കപാത. ഷെയ്ഖ് സായിദ് റോഡ്, അലൈൻ റോഡ്, മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നീ 4 പ്രധാന പാതകളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനാണ് RTA പുതിയ ടണൽ നിർമ്മിച്ചത്. 800 മീറ്റർ നീളമുള്ള തുരങ്കപാതയിൽ ഇരുവശങ്ങളിലും 4 വീതം ലൈനുകളാണുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും അൽഖ്വയൽ റോഡിനും ഇടയിലെ യാത്രാസമയം 9.7 മിനിറ്റിൽ നിന്നും 3.8 മിനിറ്റായി കുറയുന്നതിന് തുരങ്കപാത സഹായകമാകും. സുഖീം സ്ട്രീറ്റിന്റെ ശേഷിയും വർദ്ധിക്കും. അൽബർഷ സൗത്ത്, ദുബായ് ഹിൽസ്, അർജാൻ, ദുബായ് സയൻസ് പാർക്ക് എന്നിവിടങ്ങളിലായി 10 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ഗതാഗത വികസനം പ്രയോജനപ്പെടുമെന്നും RTA അറിയിച്ചു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകും വരെ ആയുധം ഉപേക്ഷിക്കില്ലെന്ന് ഹമാസ്. ഇസ്രയേലിന്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ഇസ്രയേൽ മുന്നോട്ട് വെച്ച ഉപാധികളിലൊന്നായിരുന്നു ഹമാസിന്റെ നിരായുധീകരണം. ഇതിന് ഹമാസ് സന്നദ്ധത അറിയിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവകാശപ്പെട്ടിരുന്നു. ഇതിനോടാണ് ഹമാസ് നേതൃത്വത്തിന്റെ പ്രതികരണം. ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ ആയുധം ഉപേക്ഷിക്കില്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. സായുധ പോരാട്ടം നടത്തുന്നതിനും ചെറുത്തുനിൽപ്പിനുമുള്ള അവകാശത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു. ഇതോടുകൂടി ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ചർച്ചകളും വഴിമുട്ടി. കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയാണ് ഗാസ മുനമ്പിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. 6 പേർ കൂടി പട്ടിണി മൂലം മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. NTV UAE to the world.